നീയേ നീ പ്രസവിക്കണത് ആൺകുട്ടിയായിരിക്കോ പെൺകുട്ടിയായിരിക്കോ? നീ അങ്ങ് പെൺകുട്ടിയെ മതിട്ടാ. പെൺകുട്ടി മതി. ആൺകുട്ടി നമുക്ക് കിട്ടിയില്ലേ? സുഷ്കാന്തിനെ. സുഷ്കാന്ത് തന്നെയാണ്. സുഷ്കാന്ത് നല്ല പേരല്ലേ? അല്ല. ആണെന്ന് എന്താ പറയുന്നത്? കണ്ടോ? അല്ല. ആണ്. അല്ല. അങ്ങനെ ആണെന്ന് അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കൊച്ചിനിട്ടോ. ഒരു അടിപൊളി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ? അതൊക്കെ ഉണ്ട്. പറയ്. അതെ, നന്ദിനി പ്രസവിച്ചിട്ട് പറയാ. പുണ്യേ ആർക്കെങ്കിലും മുറി വാടകയ്ക്ക് ആവശ്യമുണ്ടോന്ന് അന്വേഷിക്കടാ. എന്താ അപ്പച്ചിയുടെ വീട് വാടകയ്ക്ക് കൊടുക്കണോ? എന്റെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നൊന്നുമില്ല. പിന്നെ അല്ല, സീതാലക്ഷ്മി നമ്മുടെ പങ്കിയുടെ മുറിയുടെ വാതിക പായ വിരിച്ച് കാവൽ കിടക്കുന്ന സ്ഥിതിക്ക് ആ ഒരു മുറി ഒഴിഞ്ഞു കിടക്കുകയല്ലേ. അപ്പൊ അവിടെ ആരെങ്കിലും വാടകയ്ക്ക് ആക്കാമെങ്കിൽ. ഓ, തമാശ തമാശ അല്ല ഞാൻ കാര്യം പറഞ്ഞത്. അച്ഛനവിടെ കിടക്കും. ഓ, ആങ്ങളെ പാവം അത് എവിടെയെങ്കിലും കിടന്നോളും. അപ്പച്ചി ഒരു കാര്യം പറയാം. ഒരാൾക്ക് തന്നെ ഇപ്പൊ വാടക കൊടുത്തിട്ട് ആകെ പുകിലായിട്ട് നിൽക്കുക. ഇനിയിപ്പോ വേറെ ആളെ കൊണ്ടുവരണം അങ്ങോട്ട്. വെറുതെ അപ്പച്ചിയുടെ മെക്കിട്ട് കയറണ്ട. അപ്പച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. എന്ത് കാര്യം? അല്ല, ഈ അമ്മ ഇത് എന്ത് ഭാവിച്ചോണ്ടാ എത്ര നാളെന്നും പറഞ്ഞ പങ്കിയാമ്മന് വീട് കാവല് കിടക്കും? സീതാലക്ഷ്മിയുടെ സ്വഭാവം അനുസരിച്ച് അവളുടെ ജീവിതകാലം മുഴുവൻ അവള് കാവല് കിടക്കും. അതൊന്നും നേരാ. ഇനിയിപ്പോ പങ്കിയമ്മാവന്റെ സാറാമേടത്തിന് കല്യാണം നടത്താന്ന് വെച്ചോ, അതിനും അമ്മ അമ്മയ്ക്ക്. പിന്നെ അവളുടെ സമ്മതം കിട്ടിയിട്ട് സാറാമ്മയുടെയും പങ്കിയുടെയും കല്യാണം നടന്നത് തന്നെ. എന്നാ പിന്നെ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമുക്ക് അവരോട് ഒളിച്ചോടാൻ പറഞ്ഞാലോ? നമുക്ക് ഒളിച്ചോട്ടാണല്ലോ കൂടുതൽ പരിചയം. അല്ല അപ്പച്ചി, അത് പിന്നെ പരസ്പരം സ്നേഹിക്കുന്നവരെ ഒന്നിക്കണം എന്നല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ അത് മാത്രല്ല, ഇനിയിപ്പൊ ഈ സാറാമ്മയുടെ കൂടി ഇങ്ങോട്ട് വന്നാലേ ഇവിടെ എല്ലാ മതക്കാരുമായി. അത് നേരാണല്ലോ. നമുക്ക് ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കാം, അടിപൊളിയാക്കാം. എടാ പുണ്ണി, നീ ഇത് ഇവിടെ പറഞ്ഞത് പറഞ്ഞു, ഇതും പറഞ്ഞോണ്ട് നീ സീതാലക്ഷ്മിയുടെ അടുത്തോട്ട് ചെന്നാൽ അവള് നിന്റെ പുറം അടിച്ചു പൊളിക്കും. അത് നേരാ. ഈ അമ്മയ്ക്കൊന്ന് വിട്ടുകൊടുത്താൽ എന്താന്നാ ഞാൻ ആലോചിക്കണേ. ഇത് പല സാഹചര്യങ്ങളിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അവളൊരു പ്രത്യേക ജന്മമാടാ. അവൾ ആരുടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തവളാ. പക്ഷേ സാറാമ്മ മേഡത്തിന്റെ മുമ്പിൽ തോക്കുന്നാ എനിക്ക് തോന്നണേ. അതൊക്കെ നിങ്ങളെ തോന്നലാ മോളെ. നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലാത്ത, നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു സീതാലക്ഷ്മി എനിക്കറിയാം. അപ്പൊ അമ്മ ഡബിൾ റോളാണോ? രണ്ട് സീതാലക്ഷ്മി ഉണ്ടോ? ഡബിൾ ഒന്നും അല്ല, അവൾ ഒറ്റ ഒരുത്തി മതി എല്ലാത്തിനും പുകച്ച് പുറത്തി അടിക്കാൻ. അറിയാവോ? ആരൊക്കെ പുകച്ച് പുറത്തി അടിച്ചാലും സാറാമ്മ മേടത്തെ പുകച്ച് പുറത്തി അടിക്കാൻ പറ്റില്ല. എന്താ? അതെന്താ അറിയോ? പങ്കിമാവന അതിന് സമ്മതിക്കില്ല. ആണോ? അല്ല സാറാ മേഡം എന്താ ഇവിടെ വന്നിരിക്കണേ? അല്ല, ഞാനിനി എങ്ങാനും റൂമിൽ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങളുടെ പെങ്ങള് വന്ന് അവിടെയോ ഇവിടെയോ വല്ലതും പാറാവ് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നതാ. ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യുന്ന എന്റെ മനസ്സിൽ പോലും വിചാരിച്ചതല്ല. ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ അവർ ഈ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കണത്. സാറാ മേഡത്തിനോട് ചേച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ക്ഷമ ചോദിച്ചോണ്ട് എന്ത് കാര്യം മിസ്റ്റർ പങ്കജാക്ഷൻ? ഇല്ല, സമൂഹത്തിലെ നിരവധി അനവധി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും ഉന്നമനത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ഞാൻ സീതാലക്ഷ്മിയുടെ കർശന നിർദ്ദേശങ്ങൾക്ക് നിയന്ത്രണങ്ങൾക്ക് മുന്നിൽ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക. എനിക്കറിയാലോ, ഞാൻ എല്ലാം കാണണ്ടല്ലോ. എന്തപ്പോ ചെയ്യാ നമുക്ക്? തനിക്ക് അവരെ പേടിയായിരിക്കും, അതുകൊണ്ട് അവർ എന്ത് ചെയ്താലും പറഞ്ഞാലും തനിക്ക് അതൊരു പ്രശ്നമില്ല. പക്ഷെ ഞാനങ്ങനല്ല, എനിക്ക് അവരെ ഒരു പേടിയില്ല. എന്താ? ഒരു കാര്യം ഞാൻ പറയാം, ഇനി അവരെ എന്റെ മുറിയുടെ വാതിക്കലോ ഈ വരാന്തയിലോ പാറാവ് കിടക്കുന്നത് ഞാൻ കണ്ട, നേരത്തെ ലിഗ്മെന്റ് തെറ്റിപ്പോണ്ടായിരുന്ന വടിയുണ്ടല്ലോ, അത് ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. നിർഗം തല ഞാൻ തല്ലിപ്പൊളിക്കും. അയ്യോ, അങ്ങനെ ചെയ്യരുത്. അത് ചേച്ചിയാണ് മാഡം. എന്റെ ചേച്ചി അല്ലല്ലോ. അതെ മാഡം, എന്താന്നറിയോ ഇത്? എടോ, എന്റെ പുറകെ ഇങ്ങനെ നടക്കാതെടോ. നീ അതും കണ്ടോണ്ട് നിങ്ങളുടെ ചേച്ചി കയറി വന്നാ അത് മതി അവരുടെ ഉറക്കം പോകാൻ. അളിയനായിരുന്നോ?
ചേച്ചിനെ കൊണ്ട് സമാധാനം എന്ന് പറഞ്ഞ് കിട്ടാതെ. താഴെ ഞാൻ എല്ലാം കേട്ടായിരുന്നു. എല്ലാം കേട്ടോ? അവര് ഇത്രയും വലിയൊരു നേതാവല്ലേ, കൊച്ചു കുട്ടികളോട് പെരുമാറുന്ന പോലെ അവരോട് പെരുമാറാൻ പാടുണ്ടോ? ഞങ്ങളുടെ രണ്ടാളുടെ റൂമിന്റെ നടുക്ക് മഹാവിഷ്ണു അനന്തശയനം കിടക്കണ പോലെ വന്ന് കിടക്കുക. അതേ അളിയാ, അളിയൻ കൈ വിട്ടു പോകുന്നുള്ള പേടിയുണ്ടായിരിക്കും. കൈ വിട്ടുപോകാൻ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇനി എങ്ങാനും ചേച്ചി ഇവിടെ പാറാവ് കിടക്കാൻ വന്നാൽ സാറാമ്മയുടെ തലമണ്ട തല്ലി പൊളിക്കുന്ന പറഞ്ഞേക്കണേ. ഇനി നീ പേടിക്കണ്ട. ഇന്ന് രാത്രി മുതൽ ഞങ്ങളുടെ മുറിയിൽ നിന്ന് സീതാലക്ഷ്മി പുറത്തിറങ്ങില്ല. അളിയൻ എന്ത് ചെയ്യാൻ പോവാ? ഈ ബലരാമൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. ബലരാമേട്ടാ, ഇത് മരുന്നും വെള്ളം ഇരിപ്പുണ്ട്, മറക്കാതെ എടുത്ത് കഴിക്കണം. ഞാൻ എടുത്ത് കഴിച്ചോളാം. മറക്കരുത്. ഇല്ല. ആ, എന്നാ ശരി, പോയിട്ട് വരാം. അല്ല, നീ പായും തലാണിയൊക്കെ എടുത്തോണ്ടോ കണ്ടാ? ഓ, ബലരാമേട്ടനും അറിയാത്ത പോലെ നമ്മുടെ കണ്ണേ എല്ലായിടത്തും ഉള്ളത് നല്ലതാ. അതുകൊണ്ട് ഇനി മുതൽ എന്റെ കിടത്തം അവിടെയാ, പങ്കിയുടെ മുറിയുടെ മുന്നിൽ. ആ, അല്ല, നീ ഇവിടെ ഇരുന്നേ. എന്തിനാ? ഇവിടെ ഇരിക്ക്, പറയട്ടെ. എന്തിനാ ബലരാമേട്ടാ? ഇരിക്കടി, ഒരു കാര്യം പറയട്ടെ. ആ, എന്താ? ബലരാമേട്ടാ, ഇതെന്താ വാതിലടച്ച് കുറ്റിയിട്ട്? ഇന്ന് നീ മുറി തുറന്ന് പുറത്തിറങ്ങിയാൽ 3 പേർക്ക് അമ്മയില്ലാതാകും, 3 കുഞ്ഞുങ്ങൾക്ക് അമ്മുമ്മ ഇല്ലാതാകും, 3 പേർക്ക് അമ്മായിയമ്മ ഇല്ലാതാകും. ബലരാമേട്ടാ, എന്റെ നഷ്ടം ഞാനങ്ങ് സഹിച്ചോളാം. എൻ്റെ വീടിൻ്റെ മനസ്സമാധാനം എനിക്ക് ആവശ്യം. ആളെ വിളിയോടി, സ്വന്തം ആങ്ങളുടെ മുറിയുടെ വാതിലിൽ ചെന്നിരുന്ന് കാവൽ കിടക്കാൻ. എന്റെ ആങ്ങളയുടെ കാര്യം ഞാനല്ലാതെ പിന്നെ ആര് നോക്കും? അവൻ വഴി വെച്ച് പോകാതെ നോക്കേണ്ടതേ എന്റെ ഉത്തരവാദിത്വം. അയ്യോ, പിന്നെ 18 വയസ്സ് തികഞ്ഞ് നിൽക്കല്ലേ വഴി പഠിച്ചു പോകാൻ. അഥവാ ഈ പ്രായത്തിൽ അവൻ വഴി പഠിച്ചു പോയാൽ അതവന്റെ നല്ല കാലത്തിനാണ്. നിങ്ങൾക്ക് അങ്ങനെ പലതും പറയാം, എന്റെ ആങ്ങളയുടെ ജീവിത പ്രശ്നം. വാതിൽ തുറക്ക് ബലരാമേട്ടാ. സീത, ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. പിന്നെ നീ ഒരു ബലപ്രയോഗത്തിനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മളിൽ ഒരാളെ മുറി തുറന്ന് പുറത്തിറങ്ങും. അത് നീ ആയിരിക്കത്തില്ല. ബലരാമേട്ടാ, പറയടി. പങ്കിയേ, 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 പങ്കിയേ. ഇവനിതെവിടെ പോയി ഇത്ര രാവിലെ തന്നെ? അയ്യോ, സാറാമേ, സാറാമേ, സാറാമേ. എന്റെ ദേവി, ചതിച്ച. സുപ്രഭാതം 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 നീലഗിരിയുടെ നീലഗിരി സഖികളെ. ആയി, നല്ല കാപ്പി. അയ്യോ, അത് കാപ്പിയല്ല, ചായയാ. ചായയാണോ? നല്ല പാകത്തിൽ കടുപ്പം. ആരുണ്ടാക്കിയേ? ഞാനല്ലാതെ ഇപ്പൊ ആരെങ്കിലും അടുക്കളയിലുണ്ടോ വേറെ? ഇത്ര നന്നാക്കിട്ട് നീ ചായ ഉണ്ടാക്കുവോ? അപ്പുനേട്ടാ, രാവിലെ തന്നെ എന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ടാട്ടോ. ചായ നന്നായിണ്ട്. ആ, ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞൂടെ? ആ, പറഞ്ഞല്ലോ. ഇപ്പഴേ നിനക്ക് ഇവിടുത്തെ അമ്മയുടെ കൈപ്പുണ്യം കിട്ടി തുടങ്ങിട്ടതാ.
പിന്നെ അമ്മക്ക് ഭയങ്കര കൈപുണ്യാണല്ലോ. പിന്നെ അമ്മയ്ക്ക് കൈപുണ്യം തന്നെയാ. അമ്മ എത്ര കാലമായി ചായയും ചോറൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? എന്നാലേ ഒരു കാര്യം ചെയ്യ്, ഇനി തൊട്ട് ദിവസം രാവിലെ അമ്മേനെ കൊണ്ട് അങ്ങോട്ട് ചായ ഉണ്ടാക്കി കുടിച്ചാ മതി. അതെ, അമ്മ കുറെ കാലമായി ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഇനി നിങ്ങളൊക്കെ ഉണ്ടാക്കണം. അങ്ങനെയാ. ഇവിടെ വേറൊരാളുണ്ടല്ലോ ആ മുറി കിടന്നുറങ്ങുന്നേ, അയാളെ വിളിച്ചുണ്ടാക്കി ചെന്നാ പറ്റുമെന്ന് നോക്കട്ടെ. വാവ ചായ ഉണ്ടാക്കണമെന്നായില്ല. എന്റെ അപ്പുനോട് വാവയുടെ കാര്യം അല്ലേ പറയുന്നേ, കുമാരേച്ചിയുടെ കാര്യം പറഞ്ഞേ. കുമാരി വാവയുടെ കൂടെ കിടക്കില്ല, അപ്പൊ അവളെങ്ങനെ ചായ ഉണ്ടാക്കുക? അതെ അതെ, വാവന്റെ കൂടെ കിടക്കുവാന്ന് പറഞ്ഞിട്ട് സുഖ നിദ്രയില്ല. അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. അത് പ്രസവിച്ച് കിടക്കുമ്പോ അതിന്റെ കഷ്ടപ്പാട് അറിയുള്ളൂ. ആ, അതിനോട് കുമാരേച്ചിക്ക് എന്ത് ബുദ്ധിമുട്ട്? പ്രസവത്തിന് മുമ്പും അതിന് ശേഷമൊക്കെ സുഖവാസമല്ലേ. ഈ അലവൻസ് ഒക്കെ ഷൈനക്കും കിട്ടും ഗർഭിണിയാവുമ്പോ. അതെ, ഈ മുതുകത്തൊന്നും അടിച്ചേ. ഒരു കൊതു കിട്ടുന്നു. വേഗം അടിക്കേ, 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 അടിക്കേ. അതെ, മുതുകത്ത് അടിക്കേ, അടിക്കേ. ഓ, എന്തടി അടിച്ചേ? ചത്താ കൊതുകത്താ? അതിന് കൊതുക് എവിടെ ഉണ്ടായി? അവൻ എന്തൊക്കെ അടിച്ചേ? നല്ല അടി അടിച്ചോട്ടോ നീ. എന്നോട് അടിക്കാൻ പറഞ്ഞോണ്ടല്ലേ ഞാൻ അടിച്ചേ. കൊതുകിനെ അടിക്കാനല്ല പറഞ്ഞ, എന്നെ അടിക്കാനല്ലോ. അടിക്കാൻ പറഞ്ഞാൽ ഞാൻ അടിക്കും. അപ്പുണ്ണി, ഷാഹിന, സാറാമേനെയും പങ്കിനെയും റൂമിൽ കാണാനില്ല. എവിടെ പോയി? അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ മുഴുവൻ നോക്കി, പറമ്പിലൊക്കെ നോക്കി, എവിടെയും ഇല്ല. എന്റെ അമ്മ അവര് ചിലപ്പോ നടക്കാൻ പോയതായിരിക്കും. അത് സാറാമല്ലേ നടക്കാൻ പോവാറ്. പങ്കി രാവിലെ എണീക്കില്ല, മടിയനാണ്. ആ പങ്കിയമ്മനെയും കൂടെ എണീപ്പിച്ചോണ്ട് കൊണ്ടുപോയതാണെങ്കിലോ? ഓ, എണീപ്പിച്ചോണ്ട് കൊണ്ടുപോകുന്നു. എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കരുത്. അവിടെ എങ്ങനെ ഉണ്ടാവുമേ? അവിടെ ഒന്നും ഇല്ല. ഞാൻ അവരുടെ മുറിയുടെ വാതിൽ പോയി കാവല് കിടന്നപ്പോ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു? ഇതിപ്പോ എന്റെ സംശയം ശരിയാന്ന് എനിക്ക് തോന്നണേ. എന്താ അമ്മയുടെ സംശയം? രണ്ടു കൂടി ഒളിച്ചോടിയതാണ്. അമ്മേ, നീ എന്തിനാ ഞെട്ടണ്? നീ കുമാരിയും കൂടെ ഒളിച്ചോടി പോയില്ലേ? അതുപോലെ പോയതായിരിക്കും. എന്നാ പിന്നെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചു വെച്ചാ പോരെ? അതെന്തിനാ? ഞാനും കുമാരി അങ്ങോട്ടല്ലേ പോയേ. ഒന്ന് പോടാ കഴുതേ. എന്തായാലും അമ്മാവൻ ഈ വയസ്സാം കാലത്ത് ഈ ഒളിച്ചോട്ടത്തിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഈ തറവാടിന് എന്തൊരു മാനക്കണം എന്നറിയോ? ഞാനിപ്പോ എങ്ങനെയാ സൊസൈറ്റിയിലേക്ക് പോവുക? ഞാനും ഒളിച്ചോടിന്റെ ക്ഷീണം മാറി വരുന്നുള്ളൂ. അപ്പോഴേക്കും അമ്മാവൻ. അപ്പുണ്ണേട്ടാ, ഇനിയിപ്പൊ അഥവാ അമ്മാവൻ ഒളിച്ചോടിയെങ്കിൽ അധികം ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ല. എന്താ? 10 അടി നടന്ന അണക്കണ ആളാ ഇനിയിപ്പോ ഓടാൻ പോണേ. അതെ, അമ്മാവൻ രാഷ്ട്രീയക്കാരനാ, കാറ് വിളിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? മനുഷ്യ ഇവിടെ ആദ്യം പിടിച്ച് നിൽക്കുമ്പോഴാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാമേ? എനിക്ക് അറിഞ്ഞുകൂടടാ. നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? എന്തിന്? എന്നെയും കുമാരിയും കാണുന്നപ്പോ പോലീസുകാരെ അറിയിച്ചില്ലായിരുന്നു നിങ്ങള്? പോടായിരുന്നു. അച്ഛൻ വരുന്നുണ്ട്. ഇത് പിടിച്ചേ. അച്ഛാ, എന്താടാ? തറവാടിന്റെ മാനം പിന്നെയും പോയിട്ടാ. എന്താടാ കാര്യം? പങ്കിമാവനും സാറാമ്മയെ ഒളിച്ചോടി. നേരാണോടാ? അമ്മ പറയണു. എങ്ങനെ ഒളിച്ചോടിയായിരിക്കും? അത്രയ്ക്ക് ശല്യമല്ലേ വിളി ചെയ്തോണ്ടിരുന്നത്? അത് നേരാ. ഇത് ബെല്ലമേട്ട വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് കേട്ടോ. അവര് ഒളിച്ചോടിയതിന് അമ്മ എന്തിനാ അച്ഛനെ ചീത്ത പറയുന്നേ? ഒളിച്ചോടിയ കണക്കായി പോയി. അവരോടെങ്കിലും പോയി ജീവിക്കണം. അങ്ങനെ ഇപ്പൊ ജീവിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ അത് നടക്കൂല. ഇനിയിപ്പോ അമ്മ എന്ത് ചെയ്യാനാ പോണേ? ഞാൻ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അമ്മ ഞാൻ ചോദിക്കട്ടെ, ഈ സാറമ്മ മേഡത്തിന് ഇപ്പൊ എന്തോരം കുഴപ്പം? അവർക്ക് കുലമഹിമില്ലേ, വിദ്യാഭ്യാസല്ലേ, സൗന്ദര്യല്ലേ? നമ്മുടെ അമ്മാവന് എന്ത് കുന്തള്ളേ അല്ലേ ഷൈന? അത് കറക്റ്റ്. അമ്മേ, അമ്മയായിട്ടൊരു പ്രശ്നത്തിന് നിക്കണ്ടേ? ഇനി പങ്കിയാമ്മൻ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണം തോന്നുന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ. അല്ലെങ്കിൽ തന്നെ എന്ത് കാണാൻ വെച്ചേക്കാ പങ്കിയാമ്മൻ ഇനി? അതാ ഞാനും ചോദിക്കണേ. മുറ്റത്ത് കിടക്കണ ഒരു വേസ്റ്റ് ഒരാൾ എടുത്ത് കൊണ്ടുപോയിക്കളാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പറ്റില്ല എന്ന് പറഞ്ഞ എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അപ്പുണ്ണി അധിക പ്രസംഗം പറയരുത് കേട്ടോ. എന്തു പറഞ്ഞാലും അധിക പ്രസംഗിയാ ഞാൻ. ഇതാ വരുന്നു വേസ്റ്റ്. അല്ല അമ്മാവൻ കയ്യില് പൊക്കിയ മാലിയൊന്നുമില്ലല്ലോ. എന്തെല്ലാരും കൂടി? അമ്മാവ, അമ്മായി എവിടെ? ഏതമ്മായി? സാറാമ്മ അമ്മായി. ഇനി നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടും. നീ എന്താ ആളെ കളിയാക്ക? അമ്മ പറഞ്ഞു അമ്മാവനും സാറാമ്മയോടും കൂടി ഒളിച്ചോടിന്ന്. നിന്റെ അമ്മല്ലേ? അത് അതിന്റെ അപ്പുറം പറയും വർത്താനങ്ങള്. സാറാമ്മ എവിടെ? അവര് പോയി അളിയാ. പോയോ? എവിടെ പോയി? ഡൽഹിക്ക്. അപ്പൊ അമ്മാവൻ ഡൽഹിയിൽ കൊണ്ടാക്കി ഇത്ര നേരത്തെ എത്തിയോ? എന്താ ഈ ചെക്കൻ പറയണത്? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി അവരവിടുന്ന് ട്രെയിൻ കയറി ഡൽഹിക്ക് പോയി. പോയോ? ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. വല്ലാണ്ട് അങ്ങോട്ട് സന്തോഷിക്കല്ലേ കേട്ടോ. അവർക്ക് ദേശീയ തലത്തിൽ കുറെ മീറ്റിങ്ങുകൾ ഉണ്ട് പാർട്ടിയുടെ. അതിന് വേണ്ടി പോയിരിക്കുക, അല്ലാണ്ട് അവരവിടെ സ്ഥിര താമസാക്കാൻ പോയിരിക്കല്ല. അത് അങ്ങോട്ട് കഴിയുമ്പോ പൂർവാധികം ശക്തിയോടെ അവരങ്ങോട്ട് തിരിച്ചു വരും. അങ്ങോട്ട് ആനന്ദിക്കല്ലേ. ഇപ്പം മതിയായില്ല അല്ലേ എന്നെ കല്യാണം കഴിപ്പിച്ചിട്ട്? അയ്യോ, വേറെ ആൾക്കാരെ കണ്ടു. അമ്മ ഈ കാള പെറ്റൂന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കരുതിട്ടമ്മേ. ഇപ്പൊ കണ്ടില്ലേ? നീ പോടാ. ഇന്ന് പോടാന്ന് വെറുതെ വന്നാ മനുഷ്യനെ എന്തൊക്കെ പറഞ്ഞു പോയ വേസ്റ്റ് വരെ പറഞ്ഞു. അത് നീയാ പറഞ്ഞത്. അമ്മ പറയിപ്പിച്ചതല്ലേ?
എന്നാലും അപ്പുണ്ണേട്ടാ കുറച്ചു നേരത്തേക്ക് സാറമ്മ മേടത്തെ ഞാൻ എന്റെ അമ്മായിയായി കണ്ടുപോയി. ഞാനും അതെ. മിണ്ടരുത്, രണ്ടുപേരും പൊക്കോണം എന്റെ മുമ്പിൽ നിന്ന്. പോടാ, ഓടി. ഒരു അമ്മായി. ഇതാണ് വീട്. ഇത് പിന്നെ വീടല്ലാന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത്. എടാ ഷാനവാസിന്റെ വീട് ഇതാണെന്ന്. ഇറങ്ങടാ. ഓ അപ്പം നീ എല്ലാം കണ്ടും കേട്ടും പഠിച്ചോണം. നീയാണ് ഇനി വന്ന് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത്. അത് ഞാൻ ഡീൽ ചെയ്തോളാം. എപ്പോഴും എനിക്ക് വരാൻ പറ്റത്തില്ല. വരണ്ട. ഡേയ്, ഞാനാണ് മുതലാളി. നിന്റെ നിപ്പം ഭാവം കൊണ്ടു കഴിഞ്ഞാൽ നീയാ മുതലാളിന്ന് തോന്നുന്നു. വാ. വിളിക്കട്ടാ. ഷാനവാസേ. ഷാനവാസ്? എടാ ഷാനവാസ് സാറേന്ന് വിളിക്കണം. എടാ കാര്യം രാഷ്ട്രീയക്കാരലമ്പാണെങ്കിലും നമ്മൾ ബഹുമാനം കൊടുത്ത് സാറേന്ന് വിളിക്കണം. ഓ മനസ്സിലായി. ചില ആളുകൾ മുതലാളിനെ കാണുമ്പോൾ വിളിക്കണ പോലെ. വിളിക്കടാ. ഷാനവാസ് സാറേ. എടാ കുറച്ചുകൂടെ വളഞ്ഞു വിളിക്കടാ. വിനയം. ഷാനവാസ് സാറേ. ആ കിട്ടണം. കാര്യങ്ങളൊക്കെ എന്തായി? കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സാർ. ഉണ്ടോ അതില് മുഴുവൻ? അയ്യോ തൂക്കി നോക്കണ്ട സാർ, കറക്റ്റ് ആണ്. എണ്ണുണ്ടല്ലോ? എണ്ണണ്ട സാർ. എന്നാ പിന്നെ ഞാൻ ആ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചോട്ടെ. നീ താൻ തുറന്ന് പ്രവർത്തിച്ചോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കണ്ടാ മതി. കാണാം സാറേ. ഇതാരാ? ഇത് എന്റെ പുതിയ അസിസ്റ്റന്റാ സുര. സുര. അപ്പം മറ്റവനോ? മറ്റവനിപ്പോ തൃപ്പൂണിത്തുറ ബ്രാഞ്ച് മൊത്തം അവനാ നോക്കുന്നത്. ഓ പുതിയ ബ്രാഞ്ചോ? ഇപ്പൊ പുതിയ ബ്രാഞ്ചല്ലേ ഇപ്പൊ നമ്മൾ തുറക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഏരിയ മൊത്തം നോക്കുന്ന ഇനി മുതൽ അവനാ. സാർ അവനെ ഒന്ന് നോക്കിക്കോണേ. ഞാനോ? അല്ല എടാ നീ സാറിനെ ഒന്ന് നോക്കിക്കോണേ. എന്തിന്? അല്ല ഞാൻ സാറിനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോളാം. അത് വേണം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങോട്ടെ. ആയിക്കോട്ടെ. കിട്ടും മുതലാളി. മനസ്സിലായില്ലേ? പിന്നെ എനിക്കറിയാം, അമ്പിളിക്കുട്ടന്റെ ഭാര്യയല്ലേ? എന്നെ കാണാൻ വന്നതായിരിക്കും. തന്നെ കാണാൻ എന്തിനാടോ എന്റെ വീട്ടിൽ വരുന്നു? ഇയാൾക്ക് ഭ്രാന്താന്നേ. അത് ശരിയാ. അപ്പൊ സാറിനെ കാണാൻ വന്നതായിരിക്കും. എന്താ മോളെ കാര്യം? ചോദിച്ചോ, എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ. എല്ലാ ആൾക്കാരെയും സഹായിക്കുന്ന സാറാ. അതെ, മുതലാളിയുടെ കയ്യിൽ നിന്ന് കുറെ കാശ് മേടിച്ചെടുത്തിട്ട് ഇപ്പൊ സഹായിച്ചിട്ട് നിൽക്കുവാ. അതെ ഇക്ക, എനിക്കും ചെറിയൊരു സഹായം വേണമായിരുന്നു. നിങ്ങൾ ഇത്രയും നാളും തരാനുള്ള കേബിളിന്റെ കുടിശ്ശിക ഉണ്ടല്ലോ, അത് മൊത്തമായിട്ട് ഇങ്ങനെ തന്ന വലിയ ഉപകാരമായിരുന്നു. കേബിളിന്റെ പൈസ വയ്ക്കാൻ വന്നാണോ? അതെ. കേബിളിന്റെ പൈസ? അത് ഞാന്. നീ എവിടെ നിന്നാ സംസാരിക്കുന്നറിയോ? അറിയാം, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്നിട്ട്. വിളിച്ചിട്ട് പോടോ. വിളിച്ചിട്ട് പോ. നമ്മൾ ഇടപെടണോ? പോടാ. ഷാഹിന മോളെ, പ്രശ്നമാണ്. മോള് പോ. അതെ, ഞാൻ ഇവിടുന്ന് പോയാൽ എനിക്ക് കിട്ടാനുള്ള പൈസ നിങ്ങൾ കൊണ്ടുതരുമോ? നിങ്ങൾ അമ്പിളിക്കോട് ഇങ്ങനൊന്നും അല്ലല്ലോ പെരുമാറിയത്. പോയി. അതെ ഇക്ക, നിങ്ങൾ എത്ര മാസത്തെ പൈസ എനിക്ക് തരാനുള്ളതെന്നറിയോ? നിങ്ങൾ തരാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നീ കേബിളിന്റെ പൈസ പിരിക്കത്തൂല്ല, നീ അധികം നാള് കേബിൾ നടത്തൂല. അങ്ങനെയാണോ? ആയിക്കോട്ടെ. ഇക്കയ്ക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ചെയ്യ്. അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഞാനും ചെയ്യും. നീ പോയി ചെയ്. മാമാ. കേബിൾ കുടിശ്ശിക തീർക്കും വരെ നിരാഹാര സമരം. മാമാ, അപ്പൊ തുടങ്ങല്ലേ? തുടങ്ങിയോ? സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. നിരാഹാര സമരം സിന്ദാബാദ്, നിരാഹാര സമരം സിന്ദാബാദ്, നിരാഹാര സമരം സിന്ദാബാദ്, നിരാഹാര സമരം സിന്ദാബാദ്. ഷാനവാസ് നീതി പാലിക്കുക, ഷാനവാസ് നീതി പാലിക്കുക, തരാനുള്ള കുടിശ്ശിക തുക തന്നു തീർക്കുക.
ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ്. ഒരു സെക്കൻഡും ഇല്ല. തരാനുള്ള പൈസ തരാതെ ഞാൻ ഇവിടെ എണീക്കൂല. ഓക്കെ മോളെ, ഒരു സെക്കൻഡ് ഞാൻ സാറിനോട് സംസാരിക്കട്ടെ. സാറേ സാറേ ഇത് കുഴപ്പമാവും. എന്ത് കുഴപ്പം? എന്ത് കുഴപ്പമെന്ന് സാറേ, ഒരു പെങ്കൊച്ച് കേബിളിന്റെ പൈസ കിട്ടിയില്ലെന്നും പറഞ്ഞ് വീട്ടിൽ നടന്ന് നിരാഹാര സത്യാഗ്രഹം ചെയ്യാന്ന് പറയാൻ എന്ത് മോശമാണ്. പോട്ടെ, ഏതെങ്കിലും ചാനലുകാർ വന്ന് ഇത് കണ്ട് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ സാറിന്റെ രാഷ്ട്രീയ ഭാവി പോയില്ലേ, ഇമേജ് പോയില്ലേ, പിന്നെ ഏതെങ്കിലും ഒരു ഇലക്ഷന് സാറിന് നിൽക്കാൻ പറ്റുമോ? സാറൊന്ന് ആലോചിച്ചു നോക്കും സാറേ. അതുകൊണ്ട് സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിടുന്നതാണ് നല്ലത്. സാറേ, അമ്പിളിക്കുട്ടൻ്റെ കണക്കല്ല ഇവള്, അവള് നാലും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ആ ഇരിപ്പ് കണ്ടോ? കാശ് കയ്യിലുണ്ടല്ലോ, കൊടുത്ത് സെറ്റിൽ ചെയ്യും. ഷൈന മോളെ, മോളൊന്ന് എണീക്ക്. എന്തിനാ? മോളെ എണീക്ക്. എന്തിനാന്ന് പറ. പൈസ വേണ്ടേ? എഴുന്നേക്ക്, സാർ കാശ് തരും. എഴുന്നേക്ക് ഷാഹിന. എത്രയാ? അത് കൊറേ മാസം തരാറുണ്ട്. എന്ന് വെച്ചാ എത്രാന്ന് പറ. കണക്ക് കൂട്ടുമ്പോ ഒരു 10,000 രൂപ വരും. 7,500 തന്നാ മതി. റിഡക്ഷൻ ഉണ്ട്, കൊടുക്കും സാറേ.